ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഹാപ്പി വിഷു. ഇന്നത്തെ ഒരു വിഷു ഡേ ഇൻ മൈ ലൈഫാണ്. എൻ്റെ വീട്ടിലെ വിഷു എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ കൈനീട്ടം വാങ്ങിക്കുക, സദ്യ കഴിക്കുക, ഇതൊക്കെ തന്നെ, അല്ലാണ്ട് ഇപ്പോൾ വേറെ പരിപാടികളൊന്നുമില്ല. അങ്ങനെ രാവിലെ എണീറ്റ് ഫ്രഷായി റെഡി ആയിട്ട് കുറച്ച് നേരം മൂവീസ് കണ്ടിരുന്നു. രാവിലെ പ്രത്യേകിച്ച് അങ്ങനെ പ്രോഗ്രാംസ് ഒന്നും ഇല്ലല്ലോ. എന്താണ് ഹാപ്പി വിഷു? ഹാപ്പി വിഷു. മൂവി അങ്ങനെ ഫുള്ളായിട്ടൊന്നും ഇരുന്ന് കാണുന്നില്ല കേട്ടോ. ഒരു 5 to 10 minutes കണ്ടു, അത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്ക് എനിക്കൊക്കെ വിഷു തുടങ്ങി. രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സദ്യക്കുള്ള ഫുഡൊക്കെ അവരങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വിഷുക്കണി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വിഷുക്കണി. നമ്മൾ കണി കാണുന്നത് പുലർച്ചെയാണല്ലോ. ഞാൻ പുലർച്ചെ തന്നെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരു 4:30 ആയപ്പോൾ എണീറ്റ് കണ്ടു, പ്രാർത്ഥിച്ചു, പിന്നെ വേഗം വീണ്ടും പോയി കിടന്നുറങ്ങി. അങ്ങനെ പിന്നെ രാവിലെ എണീറ്റപ്പോൾ തൊട്ട് കൈനീട്ടൊക്കെ ഓരോരുത്തരായിട്ട് മാറി മാറി തന്നു തുടങ്ങി. അതാണല്ലോ വിഷുവിൻ്റെ തന്നെ മെയിൻ പാർട്ട്. അങ്ങനെ സദ്യക്കുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ വേഗം ടേബിളിലൊക്കെ സെറ്റ് ചെയ്ത് സദ്യ കഴിക്കാനായിട്ട് ഇരുന്നു. നല്ല അടിപൊളി സദ്യയായിരുന്നു. എല്ലാ കറികളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ മാമ്പഴപ്പുളിശ്ശേരി എനിക്ക് നല്ല ഇഷ്ടമായി. വയറ് നിറച്ച് നന്നായിട്ട് സദ്യ കഴിച്ചു. അപ്പോൾ ബാസൊക്കെ ഇതാ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഇതാണ് കേട്ടോ എൻ്റെ ആൻറ്റി. വയറ് നിറച്ച് സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നല്ല ഉറക്കം വന്നു തുടങ്ങി. ഇനി പായസം കൂടി കുടിച്ചിട്ട് വേണം നല്ല സുഖമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങാനായിട്ട്. അപ്പോൾ അടപ്രഥമനായിരുന്നു എൻ്റെ ഫേവറേറ്റ് പായസമാണ് കേട്ടോ അത്. അങ്ങനെ കുറച്ച് പായസം എടുത്ത് കുടിച്ചു. പിന്നെ ഞാൻ നന്നായിട്ടൊന്ന് കിടന്ന് ഉറങ്ങി എണീറ്റ് വീണ്ടും ഒരു 2-3 ചോക്ലേറ്റ് ഒക്കെ എടുത്ത് കഴിച്ചു. ഉറങ്ങി എണീറ്റ് എനിക്ക് കുറച്ച് വിശപ്പ് കൂടുതലാണ്. അങ്ങനെ ഉറങ്ങി എണീറ്റ് കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്ക് രാത്രി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ പടക്കം പൊട്ടിക്കാനായിട്ടിരുന്നു. ഇവൾക്ക് ഡാൻസ് കളിക്കൽ കുറച്ച് കൂടുതലാണ് ഈ കമ്പിത്തിരിക്ക് കത്തിക്കുമ്പോൾ. അങ്ങനെ എൻ്റെ വീട്ടിലെ വിഷു ഇങ്ങനെയായിരുന്നു. അപ്പം നല്ലൊരു വിഷു ആയിരുന്നു. ഇനി ഞങ്ങൾ പോയിട്ട് പടക്കമൊക്കെ പൊട്ടിക്കട്ടെ. അപ്പം അത്രയേ ഉള്ളൂ. ബൈ ബൈ.